കേരള കാർഷിക സർവകലാശാലയുടെ താത്കാലിക വൈസ് ചാൻസലറായി ഡോക്ടർ സജിത റാണിയെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നിയമിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദം പുകയുന്നു. സർക്കാർ സമർപ്പിച്ച ഔദ്യോഗിക പട്ടിക പൂർണ്ണമായും മറികടന്നാണ് ഗവർണറുടെ ഈ നടപടിയെന്നാണ് ആക്ഷേപം. ബി.ജെ.പിയുടെ അധ്യാപക സംഘടനയായ അധ്യാപക പരിഷത്ത് നേതാവാണ് ഡോക്ടർ സജിത റാണി എന്നതും ഈ നിയമനത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കുന്നു. സർക്കാർ സമർപ്പിച്ച പേര് ഉയർന്ന അക്കാഡമിക് മികവിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു എന്നാണ് കാർഷിക മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞത്. എന്നാൽ ലോക് ഭവൻ സീനിയോറിറ്റി മാത്രമാണ് ഈ നിയമനത്തിനായി പരിഗണിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ ഏകപക്ഷീയമായാണ് പെരുമാറിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ കുറ്റപ്പെടുത്തി. ഗവർണറുടെ ഈ നടപടി ജനാധിപത്യ വ്യവസ്ഥിതിയുടെ നഗ്നമായ ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണറുടെ ഈ തീരുമാനം ചാൻസലർ പദവിയുടെ ദുരുപയോഗമാണെന്നാണ് വിദ്യാർത്ഥി സംഘടനയായ SFI പ്രതികരിച്ചത്. സർക്കാർ നൽകിയ പട്ടിക തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഈ നിയമനം ഗവർണർ ജനാധിപത്യ ഫെഡറൽ തത്വങ്ങൾക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. എന്നാൽ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിന് കൃഷിമന്ത്രിയുടെ ഓഫീസ് പാനൽ നൽകിയില്ലെന്നും ഒരു പേര് മാത്രമാണ് നിർദ്ദേശിച്ചതെന്നും ലോക് ഭവൻ അറിയിച്ചു. ഡോക്ടർ തോമസ് ജോർജിന്റെ പേര് മാത്രമാണ് മന്ത്രിയുടെ ഓഫീസ് നൽകിയത്. സീനിയോറിറ്റിയിൽ ഇദ്ദേഹം ആറാമതാണെന്നും ഒന്നാമതുള്ള ഡോക്ടർ ടി സജിത റാണിയെ നിയമിക്കുകയായിരുന്നുവെന്നുമാണ് ലോക് ഭവന്റെ മറുപടി. ഇക്കാര്യം മന്ത്രി അംഗീകരിച്ചില്ലെങ്കിലും ലോക് ഭവൻ നിയമനം നടത്തി. ഡോക്ടർ തോമസ് ജോർജിന്റെ പേര് മാത്രമാണ് നിർദ്ദേശിച്ചതെന്ന് മന്ത്രി ടി സിദ്ദിഖും സ്ഥിരീകരിച്ചു. പ്രോ ചാൻസലറുമായി കൺസൾട്ടേഷൻ നടത്തി നിയമിക്കണമെന്ന ചട്ടം പാലിച്ചിട്ടുണ്ടെന്നാണ് ലോക് ഭവന്റെ വാദം. എന്നാൽ കൺസൾട്ടേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർദ്ദേശം പരിഗണിക്കുകയാണെന്നതാണെന്നും താൻ നിർദ്ദേശിച്ച പേര് തള്ളിയതിൽ പ്രതിഷേധമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. LDF സർക്കാരിന്റെ കാലത്തും സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഗവർണർ പോര് രൂക്ഷമായിരുന്നു. UDF സർക്കാരുമായും ഗവർണർ പോരിനുറച്ചാണ് നീങ്ങുന്നതെന്ന് കാർഷിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിലൂടെ തെളിയുകയാണ്.